സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പുകളൊക്കെ വരികയാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. സുലേഖ ശശികുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സുലേഖ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വരുന്നത്. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടാണുള്ളത്? വിനീഷ, സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നെന്തായാലും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഇവിടങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായതോ അല്ലെങ്കിൽ നേരിയതോ ആയ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. തെക്കൻ തമിഴ്നാട് തീരത്തിനോട് ചേർന്ന് ഇത്തരത്തിൽ ലെവല് കൂടിയ ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. അതിൽ നിന്നും മാറി ഇന്നു മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. വിനീഷ.